ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് എന്താണ് കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ആരെങ്കിലും നേരത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം ഏതെങ്കിലും, അല്ലെങ്കിൽ കളക്ഷൻസിന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക, അടുത്ത സെക്ഷൻ മുതൽ കണ്ടിന്യൂ ചെയ്യുക. സോ ഇതിൽ ഞാൻ കോഡൊന്നും എഴുതുന്നില്ല, നമുക്ക് കളക്ഷൻസ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊരു കളക്ഷൻ ആക്കാം നമ്മുടെ നോർമൽ ലൈഫിൽ. അതായത് ഈ ബുക്സിന് ഞാനൊരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഷെൽഫിൽ ഞാനായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കളക്ഷനായി. അതായത് ഇതെല്ലാം ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട്സ് ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അതേ സാധനം നമ്മൾ ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, അതും വേറൊരു കളക്ഷന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഒരുമിച്ച് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് ഓരോന്ന് പിക്ക് ചെയ്യുന്നതിന് പകരം. അത് തന്നെയാണ് പൈത്തണിലെ കളക്ഷൻസിന്റെ കോൺസെപ്റ്റും. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു ഗ്രൂപ്പ് ചെയ്ത് ഒരുമിച്ചാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം ഒരു സ്ട്രിങ്സ്. അതായത് ഇവിടെ സ്മോൾ എ ഓർ ബി സി ഇതൊക്കെ ഓരോ സ്ട്രിങ്സ് ആണ്, ഓരോ ഡേറ്റയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റിജേഴ്സും ഇതും ഓരോ ഡേറ്റയാണ്, നമുക്ക് ഓരോ വേരിയബിളിൽ സിംഗിൾ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഓരോ ഡേറ്റ 1 2 5 6. അതുപോലെ തന്നെ ഇവിടെ കുറെ ഫ്ലോട്ട്സ് ഉണ്ട്, 1.5 2 3.5. ഇതൊക്കെ നമുക്കിതിനെ ഒരുമിച്ച് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കളക്ഷൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ആദ്യം നമുക്ക് ഈ ഒരു ഇൻറ്റിജേഴ്സിനെല്ലാം നമുക്കൊരു നോർമൽ ബ്രാക്കറ്റ് ഇട്ട് നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് അവിടെ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ട് അതിനൊരു കളക്ഷൻ ആയിട്ട് ഒരുമിച്ച് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇതിന് ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുണ്ട്, ഓരോ ക്യാരക്ടർ ഉണ്ട്, അതുപോലെ ഓരോന്നിനും ഓരോ പേരുണ്ട്. നമ്മൾ ഇതിനെ ഈ നോർമൽ ബ്രാക്കറ്റ് ഗ്രൂപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ട്യൂപ്പിൾ എന്ന് പറയും. അതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ലിസ്റ്റ് എന്ന് വിളിക്കും. അടുത്ത നമ്മൾ കേളി ബ്രാക്കറ്റ് ഇടുന്നതിനെ സെറ്റ് എന്ന് വിളിക്കും. അതായത് ആരും കൺഫ്യൂഷൻ ആവണ്ട, കുഴപ്പമില്ല. ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നോക്കിയിരിക്കുക. നമുക്ക് അടുത്ത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമുക്കിത് ക്ലിയർ ആവുന്നതായിരിക്കും. അടുത്ത നമ്മൾ ബേസിക് കളക്ഷൻസ്, നമ്മുടെ പൈത്തണിൽ ബേസിക് ആയിട്ടുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, പിന്നെ പറഞ്ഞ സെറ്റ്, പിന്നെ ട്യൂപ്പിള്, ഡിക്ഷണറി. ഇതിൽ മെയിൻ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ ലിസ്റ്റും സെറ്റുമാണ്. അതായത് ലിസ്റ്റിന്റെയും സെറ്റിന്റെയും വേരിയേഷൻസ്, അതായത് മോഡിഫൈഡ് വേർഷൻസ് ആണ് ബാക്കിയുള്ള രണ്ട് കളക്ഷൻസ്, അതായത് ട്യൂപ്പിളും ഡിക്ഷണറിയും. അത് ലിസ്റ്റിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ട്യൂപ്പിൾ ആക്കുന്നു, അതിൽ സെറ്റിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഡിക്ഷണറി ആവുന്നു. അപ്പോൾ മെയിൻലി നമ്മൾ നോക്കേണ്ട 4 കളക്ഷൻസ് ആണ് ലിസ്റ്റ്, സെറ്റ്, ട്യൂപ്പിൾ, ഡിക്ഷണറി. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ കളക്ഷൻസിനെ എങ്ങനെയാണ് പൈത്തണിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാ കളക്ഷനിലും എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ, അതിന്റെ ക്യാരക്ടർ എന്താണ്, നമ്മൾ എന്തിനാണ് ഈ കളക്ഷൻസ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.